ലെസ്ബിയൻ കപ്പിൾസായ ആദിലയും നൂറയും ഇന്ന് മലയാളികൾക്കൊക്കെ സുപരിചിതമാണ്. ബിഗ് ബോസിൽ മത്സരാർത്ഥികളായി എത്തിയ ശേഷം ഇവർ കൂടുതൽ ആളുകൾക്കിടയിൽ സ്വീകാര്യരാകുകയും ചെയ്തു. ബിഗ് ബോസിന് ശേഷം തങ്ങളുടെ ജോലിയും വ്ളോഗിങ്ങും ഒക്കെയായി മുന്നോട്ട് പോവുകയാണിവർ. ഇരുവരും സ്വന്തമായി ഒരു കാർ വാങ്ങിയതും അടുത്തിടെയാണ്. ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ ശേഷമുള്ള പണം ഉപയോഗിച്ചാണോ കാർ എടുത്തത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ചിലർ ഉന്നയിക്കുകയും ചെയ്തു. ഇതിനെല്ലാം മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ആദില. ഒരു കാർ വാങ്ങിയിട്ടുണ്ടായിട്ടോ. റീസെന്റ് ഒരാളിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാർ വാങ്ങിയത് സബ്സ്ക്രിപ്ഷന് ശേഷമാണോ? ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷനുകൾ തുടങ്ങിയ ശേഷമാണോ ഈ കാർ വാങ്ങിയതെന്ന് ഒരാൾ എന്നോട് ചോദിക്കുക പോലും ഉണ്ടായി. സത്യം പറഞ്ഞാൽ ചില മനുഷ്യർ ഇപ്പോഴും സ്ത്രീകളെ എങ്ങനെയൊക്കെയാണ് നോക്കിക്കാണുന്നതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ ചോദ്യം. ഒരു സ്ത്രീ എന്തെങ്കിലും ഒരു നേട്ടം കൈവരിക്കുമ്പോൾ ആളുകൾ ആദ്യം ചിന്തിക്കുക അവളുടെ കഠിനാധ്വാനത്തെക്കുറിച്ചല്ല, പകരം കുറുക്കുവഴികളെക്കുറിച്ചാണ്. അവർ അതിനു പിന്നിലെ രഹസ്യകഥകൾക്കായി പരതും. അവരുടെ സ്വന്തം മുൻവിധികൾക്ക് അനുസരിച്ചുള്ള വിശദീകരണങ്ങൾ അവർ കണ്ടെത്താൻ ശ്രമിക്കും. ഒരു സ്ത്രീ സ്വന്തം ശരീരം പ്രദർശിപ്പിച്ച് പണം ഉണ്ടാക്കുന്നു എന്ന് വിശ്വസിക്കാൻ ചിലർക്ക് എത്ര എളുപ്പമാണ്. നൂറയും ഞാനും ഒരുമിച്ച് മനോഹരമായ ഒരു ജീവിതമാണ് കെട്ടിപ്പടുത്തിട്ടുള്ളത്. പക്ഷേ ഞങ്ങളുടെ നേട്ടങ്ങൾ യാദൃശ്ചികമായി ഉണ്ടായതല്ല, അതെല്ലാം ഞങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമാണ്, ആദില വീഡിയോയിൽ പറഞ്ഞു.